മകരവിളക്ക് ദിനമായ ഇന്ന് മകരസംക്രമ സമയത്ത് ഭക്തജനകോടികൾ 18 കോടി ദീപം തെളിയിക്കുമെന്ന് ശബരിമല കർമ്മസമിതി സംസ്ഥാന കൺവീനർ ES ബിജു. സംസ്ഥാനത്ത് ഐക്യവും ശാന്തിയും ഐശ്വര്യവും പുലരുന്ന കേരളം സൃഷ്ടിക്കുന്നതിനും കേരളത്തെ ബാധിച്ച ശനിദോഷം അകറ്റുന്നതിനും ആചാര സംരക്ഷണത്തിന് ഭഗവത് ചൈതന്യം വർദ്ധിക്കുന്നതിനുമാണ് 18 കോടി ജ്യോതി തെളിയിക്കുന്നത്. വിവിധ രാഷ്ട്രങ്ങളിലും സംസ്ഥാനങ്ങളിലും 2 കോടിയിൽ പരം ഭവനങ്ങളിൽ നിന്നായി 20 കോടിയിലധികം അയ്യപ്പ ഭക്തർ വ്രതം അനുഷ്ഠിക്കുന്നു എന്നാണ് ഏകദേശ കണക്കെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് ദിനമായ ഇന്ന് മകരസംക്രമ സമയത്ത് ഭക്തജനകോടികൾ 18 കോടി ദീപം തെളിയിക്കുമെന്ന് ശബരിമല കർമ്മസമിതി സംസ്ഥാന കൺവീനർ ES ബിജു പറഞ്ഞു. സംസ്ഥാനത്ത് ഐക്യവും ശാന്തിയും ഐശ്വര്യവും പുലരുന്ന കേരളം സൃഷ്ടിക്കുന്നതിനും കേരളത്തെ ബാധിച്ച ശനിദോഷം അകറ്റുന്നതിനും ആചാര സംരക്ഷണത്തിന് ഭഗവത് ചൈതന്യം വർദ്ധിക്കുന്നതിനുമാണ് 18 കോടി ജ്യോതി തെളിയിക്കുന്നത്. വിവിധ രാഷ്ട്രങ്ങളിലും സംസ്ഥാനങ്ങളിലുമായി 2 കോടിയിൽ പരം ഭവനങ്ങളിൽ നിന്നായി 20 കോടിയിലധികം അയ്യപ്പ ഭക്തർ വ്രതം അനുഷ്ഠിക്കുന്നു എന്നതാണ് ഏകദേശ കണക്കെന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാനത്ത് 14 കോടി ദീപവും വിവിധ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുമായി 4 കോടി അയ്യപ്പ ജ്യോതി തെളിയിക്കാനും ഒരുക്കങ്ങളായി. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തെരുവുകൾ, ക്ഷേത്രങ്ങൾ, ആധ്യാത്മിക ധാർമ്മിക സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിലാണ് ജ്യോതി തെളിയിക്കുന്നത്. ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക സ്ഥാപനങ്ങളിൽ നടക്കുന്ന ദീപാർച്ചനയ്ക്ക് സന്യാസിവര്യന്മാർ, സമുദായിക നേതാക്കൾ, ഗുരുസ്വാമിമാർ എന്നിവർ നേതൃത്വം നൽകും. വനിതാ മതിലിന് ബദലായി ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കളിക്കാവള വരെയുള്ള പ്രധാന പാതയോരത്ത് ഡിസംബർ 26-ന് ത്രിസന്ധിയിൽ അണമുറിയാത്ത വിളക്കുകൾ അയ്യപ്പ ജ്യോതിയായി തെളിയിച്ച് വിശ്വാസ ലക്ഷ്യങ്ങൾ കേരളത്തിൽ അണിനിരന്നിരുന്നു. ശബരിമല കർമ്മസമിതിയുടെയും BJPയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയ്യപ്പ ജ്യോതി സ്ത്രീകളുടെ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. കാസർഗോഡ് ഹൊസങ്കടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ജ്യോതിയുടെ വടക്കേയറ്റം. തെക്ക് വിവേകാനന്ദ പാറയിലാണ് അവസാനത്തെ ദീപം തെളിയിച്ചത്. അയ്യപ്പ ജ്യോതിയുടെ സമയത്ത് തന്നെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും മന്നം സമാധിയിൽ ദീപം തെളിയിച്ചു. മന്നം സമാധിയിൽ എല്ലാ ദിവസവും 6:15-ന് ദീപം തെളിയിക്കാറുള്ളതാണ്. അയ്യപ്പ ജ്യോതിക്ക് അനുഭാവം പ്രകടിപ്പിച്ചാണ് 6 മണിക്ക് തന്നെ NSS ജനറൽ സെക്രട്ടറിയും ദീപം തെളിയിച്ചത്. NSS പിന്തുണ കൂടി ലഭിച്ചതോടെ പരിപാടി രാഷ്ട്രീയ നേട്ടത്തിന് വഴിവെച്ചെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. വൈകിട്ട് 6 മണിയോടെയാണ് ദേശീയ സംസ്ഥാന പാതയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചത്. അയ്യപ്പ കർമ്മസമിതിയും BJPയും മറ്റ് സംഘപരിവാർ സംഘടനകളും NSSും അയ്യപ്പ ജ്യോതി പ്രതിഷേധത്തിന് പരമാവധി പങ്കാളിത്തം ഉറപ്പിക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. കളിക്കാവളയിൽ സുരേഷ് ഗോപി MP, കിളിമാനൂരിൽ മുൻ DGP TP സെൻകുമാർ, സെക്രട്ടേറിയറ്റ് മുന്നിൽ BJP നേതാവ് O രാജഗോപാൽ MLA, BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള, എറണാകുളത്ത് PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ, തൃശൂരിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, ശബരിമല കർമ്മസമിതി വർക്കിംഗ് ചെയർപേഴ്സൺ KP ശശികല, കോഴിക്കോട് കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിന്നാനന്ദപുരി എന്നിവർ അയ്യപ്പ ജ്യോതി തെളിയിച്ച് ദീപശൃംഖലയിൽ പങ്കാളികളായി. ശോഭ സുരേന്ദ്രൻ, മാടമ്പ കുഞ്ഞിക്കുട്ടൻ, റിട്ടയർഡ് SP PN ഉണ്ണിരാജ, ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, BDJ സംസ്ഥാന സെക്രട്ടറി TV ബാബു, നടിമാരായ മേനക സുരേഷ്, ശ്രാവണ, TA സുന്ദർ മേനോൻ തുടങ്ങി നിരവധി പ്രമുഖർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കാളികളായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.